മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതങ്ങളെയെല്ലാം വിശുദ്ധീകരിച്ച് ഓരോ ദിവസവും പരിപാലിക്കുന്നുണ്ട്. ഓരോ പ്രഭാതവും അത് നമ്മെ ഓതുന്നതും അത് നമ്മോട് തൻ്റെ കരുണയും കാരുണ്യവും കർത്താവ് പ്രദർശിപ്പിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നതുമാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് ഈ പ്രഭാതത്തിൽ നമുക്കും കർത്താവിൻ്റെ സന്നിധിയിലായിരുന്ന് അവൻ്റെ പാദത്തിങ്കലായിരുന്ന് അവൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. ഈ ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് പ്രത്യേകമായിട്ട് ഇന്നത്തെ നിയോഗമായി പരീക്ഷയ്ക്കൊക്കെ ആയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ പഠന മേഖലകൾ, അവരുടെ ബുദ്ധി, ഓർമ്മശക്തി എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിനോട് ചേർന്ന് നിന്ന് അധ്വാനിക്കുവാനും കൂടുതൽ വിജയം സ്വീകരിക്കുവാനും അവരെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പഠിക്കുന്ന എല്ലാ കുട്ടികളെയും, പരീക്ഷയിലായിരിക്കുന്ന എല്ലാ കുട്ടികളെയും ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം സ്വീകരിച്ച് യേശുവിനെ ലോകത്തിലേക്ക് നൽകിയ പരിശുദ്ധ അമ്മ നിത്യവും നമ്മോടൊത്തായിരുന്ന് നമ്മെയും നമ്മുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ സഹായം നമുക്ക് യാചിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളുണ്ടാകുവാൻ ഓരോ ശുശ്രൂഷയുടെ സമയത്തും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായിട്ട് പരിശുദ്ധാത്മാവായ ദൈവത്തെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിത മേഖലകളെയും സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ടൊരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ.
ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈശോ നമ്മോട് പറയുകയാണ്, നാം എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കണമെന്ന്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. അപ്പോൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കണമെങ്കിൽ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. അപ്പോൾ സന്തോഷം ഈശോ എല്ലാവർക്കും നൽകുന്ന ഒരു കാര്യമാണ്. എല്ലാവരും സന്തോഷത്തിലായിരിക്കുക എന്നുള്ളതാണ് ദൈവഹിതം. അപ്പോൾ ഈ ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും നമ്മുടെ ജീവിത മേഖലകളിലും പ്രവർത്തനങ്ങളിലും നമ്മുടെ ജീവിതത്തെയൊക്കെ ഒന്ന് മനസ്സിലാക്കി കർത്താവിനോട് ചേർന്ന് ആ സന്തോഷത്തിൽ പങ്കുപറ്റുവാനുമൊക്കെയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നമ്മൾ നിരന്തരം ഇടവിടാതെ പ്രാർത്ഥിക്കണം. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കണം. സകല കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുന്നവർക്കാണ് സന്തോഷിക്കാൻ പറ്റുന്നത്, ആനന്ദിക്കാൻ പറ്റുന്നത്. യേശുവിൽ ആനന്ദിക്കണമെങ്കിൽ നന്ദി പ്രകാശിപ്പിക്കുന്നവരായി നമ്മൾ മാറണം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു കഥ ഇപ്രകാരമാണുള്ളത്. ഒരിക്കൽ ഒരു വ്യക്തിക്ക് സ്വർഗം സന്ദർശിക്കുവാനായിട്ടുള്ളൊരു അവസരം ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സഹോദരൻ സ്വർഗം സന്ദർശിക്കാനായിട്ട് പോയി. സ്വർഗത്തിൻ്റെ സ്വർഗത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഭയങ്കര സന്തോഷമാണ്, ആഹ്ലാദമാണ്. എല്ലാം സന്തോഷത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അനേകരുണ്ട്. വളരെ സന്തോഷത്തിലും സമൃദ്ധിയിലും സ്വർഗവും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും. അവിടെ ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ആത്മീയ അനുഭൂതി അവന് ലഭിക്കുക. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു മാലാഖ വന്നു ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്, സ്വർഗം മുഴുവനും കാണിക്കാനൊക്കെ ആയിട്ട്. അപ്പം മാലാഖയോടൊത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മാലാഖയോടൊത്തെല്ലാം നടന്ന് കാണുകയാണ്. എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു ഓഫീസ്, ഒത്തിരിയേറെ മാലാഖമാരുണ്ട് അവിടെ. അവരെല്ലാം വളരെ ബിസിയായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഈ സഹോദരൻ ചോദിച്ചു, അല്ല, ഇവിടെ എന്താണ് ഇത്രയധികം തിരക്ക്? അപ്പോൾ പറഞ്ഞു, അത് ഇത്രയും തിരക്ക് വരാനായിട്ടുള്ളൊരു കാരണം, ഈ ഓഫീസ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പ്രാർത്ഥനകളും അപേക്ഷകളും എല്ലാം സമർപ്പിക്കുന്ന ഒരു ഓഫീസാണിത്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് അപേക്ഷകളും പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണിത്. അത് കാരണം ഇവിടെ ഈ പ്രാർത്ഥനകളൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ തിരക്കാണ്, എപ്പോഴും തിരക്കാണ്, 24 മണിക്കൂറും തിരക്കാന്നാണ് പറഞ്ഞ്. അങ്ങനെ ആ ഓഫീസ് ഭയങ്കര തിരക്കായി. ഒത്തിരി മാലാഖമാർ ഓടി നടന്നാണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് വീണ്ടും മുൻപോട്ട് നീങ്ങി. മാലാഖയുടെ കൂട്ടത്തിൽ എല്ലാം കണ്ട് സന്തോഷിച്ച് ആനന്ദിച്ച് മുമ്പോട്ട് നീങ്ങി. കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു ഓഫീസ് കണ്ടു. അവിടെയും ഭയങ്കര തിരക്കാണ്. എല്ലാവരും വളരെ സ്പീഡിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. മാലാഖമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു, ഓരോ ഫയലുകൾ എടുത്ത് നോക്കുന്നു. ഇങ്ങനെ കൃത്യമായിട്ട് ഭയങ്കര ബിസിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ സഹോദരൻ ചോദിച്ചു, അല്ല, ഈ ഓഫീസിന് എന്താ ഇത്രമാത്രം തിരക്ക്? അപ്പോൾ മാലാഖ പറഞ്ഞു, ഈ ഓഫീസാണ് സ്വർഗത്തിലേക്ക് വന്ന എല്ലാ അപേക്ഷകൾക്കും മറുപടി നൽകുന്ന, പ്രാർത്ഥനകളും അപേക്ഷകളൊക്കെ സ്വീകരിച്ച് അതെല്ലാം ക്രമീകരിച്ച് അതിന് ഭൂമിയിലേക്ക് മറുപടി കൊടുക്കുന്ന ഓഫീസാണിത്. അതാണ് ഇവിടെ ഇത്രയേറെ തിരക്കെന്ന് പറഞ്ഞു. ഈ ഓഫീസിലേക്ക് വരുന്ന എല്ലാ അപേക്ഷകളും സ്വീകരിച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ച് മറുപടി അയച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ആ ഓഫീസ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷമായി. വീണ്ടും മാലാഖയോടൊത്ത് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കണ്ട് സന്തോഷിച്ച് അവിടെ ചെന്നപ്പോൾ വീണ്ടും ഒരു ഓഫീസ് കൂടെ. അപ്പോൾ ആ ഓഫീസിൽ വലിയ തിരക്കൊന്നുമില്ല. മാലാഖമാരൊക്കെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുക.
അപ്പോൾ മാലാഖമാരൊക്കെ വലിയ തിരക്കൊന്നുമില്ലാതെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. വളരെ ഒരു മന്ദീഭവിച്ച മട്ടിലാണ് ആ ഓഫീസിൻ്റെ പ്രവർത്തനം. അത് കണ്ടു കഴിഞ്ഞ് അപ്പോൾ മാലാഖ തിരിച്ചു ചോദിച്ചു, ഇത് എന്ത് ഓഫീസാണെന്ന് അറിയാനായിട്ട് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും ഇതെന്തിനുള്ള ഓഫീസാണെന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഇവിടെ വളരെ ശാന്തമാണല്ലോ, ഒരു കുഴപ്പമില്ല, തിരക്കൊന്നുമില്ല. അപ്പോൾ പറയുകയാണ്, ഇത് ഭൂമിയിലേക്ക് അയച്ച അനുഗ്രഹങ്ങളും ഭൂമിയിലേക്ക് കൊടുത്തുവിട്ട സന്തോഷങ്ങൾക്കൊക്കെ തിരിച്ച് നന്ദി സ്വീകരിക്കുന്ന ഓഫീസാണ്. കൃതജ്ഞതയും നന്ദിയും സ്വീകരിക്കുന്ന ഓഫീസാണിത് എന്ന്. അവിടെ ഒരു തിരക്കുമില്ല. കാരണം മനുഷ്യ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നതിൽ തിരക്കിട്ട് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നന്ദി പറയാനായിട്ട് മറന്നു പോവുകയാണ്. അത് കാരണം ഇവിടേക്ക് അധികം തിരക്കൊന്നും അനുഭവപ്പെടാറില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും സംഭവിക്കുന്നു ഇതൊക്കെ തന്നെയാണല്ലോ. കർത്താവ് പറഞ്ഞു, എപ്പോഴും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം, എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തിന് സന്നിധിയിൽ പ്രാർത്ഥിക്കണം, അതുമാത്രമല്ല നന്ദി പ്രകാശിപ്പിക്കണം, കൃതജ്ഞതയുള്ളവരായി തീരണമെന്നാണ് പറഞ്ഞ്. നന്ദിയുള്ളവരായി തീരുമ്പോൾ അനുഗ്രഹങ്ങൾ ഇരട്ടിയാകുന്നത്. അങ്ങനെ നന്ദിയുള്ളവരായി തീരുവാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹങ്ങൾ പൂർണ്ണത പ്രാപിക്കത്തില്ല. കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കുറേ മേഖലകളൊക്കെ നമുക്ക് സന്തോഷമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും ഒരു ദുഃഖവും ഒരു നിരാശയും ഒരു ആകുലതയൊക്കെ മനസ്സിൽ കിടക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം സ്വീകരിച്ചതിനൊന്നിനും നന്ദി പറഞ്ഞിട്ടില്ല. എല്ലാം വാങ്ങി വെച്ചുകൊണ്ടിരിക്കുക, വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കിട്ടിയതിനെ ഓർത്തൊന്ന് നന്ദി പറയാനോ ലഭിക്കാനിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാനോ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ യാചിച്ച് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവീക പദ്ധതികളോട് ചേർന്ന് നിൽക്കാനോ മനുഷ്യന് സാധിക്കാത്ത അവസ്ഥയിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖം മാത്രമായിരിക്കും അവന് ലഭിക്കുന്നത്. ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊരു കാരണം ആ ദുഃഖത്തിനായിട്ടുണ്ടാവും. കാരണം അവിടെ നന്ദി പറയുന്ന ഒരു സ്വഭാവമില്ല. നൽകപ്പെട്ടതിനെ ഓർത്ത് നന്ദി പറയാത്ത മനസ്സിൽ ഒരിക്കലും ശരിയായ ആനന്ദം അനുഭവിക്കാൻ പറ്റൂല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളവരായി തീരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും സങ്കീർത്തനങ്ങൾ 138 സങ്കീർത്തനം 1-ാമത്തെ വചനത്തിൽ നാം കാണുന്നുണ്ട്, കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു, ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറഞ്ഞ് അനേകരുടെ മുൻപിൽ കർത്താവിനെ പാടിപ്പുകഴ്ത്തുന്നവരായി തീരണം. അത് നമുക്ക് സന്തോഷം നൽകുന്നത്. അപ്പോൾ ഇതുവരെയും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകി. അതിനെല്ലാം ഓർത്ത് നന്ദി പറയുന്ന ഒരു മനസ്സുള്ളവരായി നമുക്ക് മാറാം. അതിനുവേണ്ടി നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കാം. നാമും നമ്മുടെ കുടുംബത്തിലുള്ളവരും നാമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലെല്ലാം കർത്താവ് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനൊക്കെ നന്ദി പറയുന്ന ഒരു വ്യക്തിത്വമായി നമുക്ക് മാറാം. തീർച്ചയായിട്ടും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ധാരാളമായി അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ നിയോഗം എല്ലാ കുട്ടികളും, പഠിക്കുന്ന എല്ലാ കുട്ടികളെയും ഓർത്ത് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവിധങ്ങളായ നിയോഗങ്ങൾ, അവരുടെ പരീക്ഷാ മേഖലകൾ ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ നിയോഗങ്ങൾ ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ശുശ്രൂഷാ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഗുഡ്നസ് ചാനലിനെയും ഇവിടുത്തെ വിവിധങ്ങളായ ശുശ്രൂഷകളെയും കർത്താവിന് സമർപ്പിക്കാം. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ എല്ലാ ധ്യാന ശുശ്രൂഷകൾ, എല്ലാ ആഴ്ചയിലും നടക്കുന്ന ധ്യാനങ്ങൾ, അതേപോലെ തന്നെ മറ്റു ശുശ്രൂഷകൾ
ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗുഡ്നസ് ചാനലിൻ്റെ വിവിധങ്ങളായ ശുശ്രൂഷകളും അതിൻ്റെ പ്രവർത്തനങ്ങളും, അതേപോലെ തന്നെ ഇതിനൊക്കെ വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, മരിയം കൂടാരങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്നവർ, അവരെയൊക്കെ നമുക്ക് ഓർത്ത് ഈ സമയം പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ഇന്ന് ഈ ശുശ്രൂഷകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ജപമാലയോ അല്ലെങ്കിൽ ഒരു കുരിശിൻ്റെ വഴിയോ അങ്ങനെ കുറച്ച് സമയം അതിനു വേണ്ടിയൊക്കെ നമുക്കും ഈ കൂടാരങ്ങളിലൊക്കെ ആയിരുന്നു പ്രാർത്ഥിക്കുന്നവരോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ഈ നിയോഗങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാം. കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ടും ഇന്നത്തെ ദിവസം നമുക്ക് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാം.
നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. തിരുസഭയോട് ചേർന്ന് നമ്മൾ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നു. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദികരോടും എല്ലാവരോടും ചേർന്ന് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമുക്ക് പ്രത്യേകമായി എല്ലാ വിശുദ്ധന്മാരുടെയും പ്രത്യേകമായിട്ടുള്ള സഹായം യാചിക്കാം. അതേപോലെ തന്നെ കാവൽ ദൂതന്മാരുടെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ സഹായം നമുക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെയൊക്കെ മധ്യസ്ഥരായിട്ടുള്ള വിശുദ്ധരുടെ പ്രത്യേക മധ്യസ്ഥവും പ്രാർത്ഥനാ സഹായവും നമുക്ക് യാചിക്കാം. അവരോടെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.